വാസ്തവത്തിൽ വിശുദ്ധരോടുള്ള ഭക്തി, മരിച്ചവരോടുള്ള ഭക്തി, അവരോടുള്ള പ്രാർത്ഥനയൊക്കെ സ്പിരിറ്റിസം എന്ന മന്ത്രവാദം അതിലൂടെ സാത്താൻ നടത്തുന്ന ഒരു വലിയ ആൾമാറാട്ടത്തിൻ്റെ സാധ്യത നമുക്ക് തള്ളിക്കളയുവാൻ കഴിയുകയില്ല. വിശുദ്ധ ഭക്തർ അറിഞ്ഞോ അറിയാതെയോ സ്പിരിറ്റിസത്തിൽ അകപ്പെട്ടു പോകുന്നു എന്നതിന് ഒരു മറിയ ഭക്തൻ്റെ അനുഭവത്തിൽ നിന്നുള്ള ഒരു ഉദാഹരണം നമുക്ക് വായിക്കാം. ഇതാ നിൻ്റെ അമ്മ എന്ന മാസികയിൽ 2003 ഏപ്രിലിൽ ടോം സക്കറിയ എന്നയാൾ അതിൻ്റെ 26 മുതൽ 29 വരെ പേജുകളിൽ എഴുതിയിരിക്കുന്ന ഒരു ലേഖനത്തിൽ നിന്നും ചില പ്രസക്തമായ കാര്യങ്ങൾ ഞാൻ വായിക്കാം. 2001 നവംബർ മാസം മുതൽ 1.5 മാസത്തോളം ഞാൻ ഗൾഫിലായിരുന്നു. ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ടാണ് ഞാൻ അവിടെ എത്തിയത്. ദുബായിലെത്തിയ 2-ാം ദിവസം എനിക്കൊരനുഭവമുണ്ടായി. രാത്രി ഉറക്കത്തിൽ കുറേ സ്ത്രീ രൂപങ്ങൾ എൻ്റെ അടുത്ത് വരുന്നതായി ഞാൻ അറിഞ്ഞു. അവർ ഫിലിപ്പൈൻസുകാരാണെന്ന് ഒറ്റ നോട്ടത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞു. ഉദ്ദേശം 30 വയസ്സിൽ താഴെ പ്രായമുള്ള കുറേ യുവതികൾ. അവരെല്ലാം നഗ്നരായിരുന്നു. വളരെ അസ്വസ്ഥതയോടെ ഉറക്കത്തിൽ നിന്നും ഉണർന്ന് ഞാൻ ചാടി എഴുന്നേറ്റു. കഴിഞ്ഞ അനേകം വർഷങ്ങളായി കർത്താവിന് വേണ്ടി ജീവിക്കുന്ന എൻ്റെ അടുത്ത് വരാൻ ഈ നഗ്നരൂപങ്ങൾ എങ്ങനെ ധൈര്യപ്പെട്ടു? ഇത് വെറുമൊരു സ്വപ്നമല്ലെന്നും ഞാൻ കണ്ടത് ആത്മാക്കളെയാണെന്നും കഴിഞ്ഞകാല അനുഭവങ്ങളാൽ ഞാൻ മനസ്സിലാക്കി. എന്തായാലും ആ രാത്രി തന്നെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ജപമാലയുടെ ഒരു രഹസ്യം ചൊല്ലി യേശുനാമത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിച്ചു. പാപത്തിൽ ജീവിച്ച് മരിച്ചുപോയ അവർ ശരീരത്തിൽ മരിച്ചെങ്കിലും ആത്മാവിൽ മരിച്ചിട്ടില്ലെന്നും അവർ സാത്താൻ്റെ അടിമത്തത്തിലാണെന്നും എനിക്കറിയാമായിരുന്നു. സാത്താൻ്റെ അടിമകളായി അവൻ്റെ സ്വാധീനത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരെ ഇവർ സ്വാധീനിച്ച് അവരെ കൊണ്ട് പാപം ചെയ്യിക്കുന്ന അനേകം സംഭവങ്ങൾ പല ആത്മാക്കളിലൂടെ സംഭവിച്ചത് കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ജീവിച്ചിരുന്ന കാലത്ത് പ്രത്യേകിച്ച് വ്യഭിചാരം, മദ്യപാനം, മറ്റ് ലൈംഗിക വൈകൃതങ്ങൾ തുടങ്ങിയ പാപങ്ങൾക്കടിമപ്പെട്ട് ജീവിച്ച് പാപാവസ്ഥകളിൽ മരിക്കുന്ന ആത്മാക്കളെ സാത്താൻ ഉപയോഗിക്കുന്നു. ഇവരെ കൊണ്ട് ജീവിച്ചിരിക്കുന്നവരെ സ്വാധീനിക്കുന്നു. ഇക്കാലയളവിൽ അനേകം സ്ത്രീകളും യുവതികളും ഭയത്തോടും നിരാശയോടും കൂടി പങ്കുവച്ചിട്ടുള്ളൊരു കാര്യമാണ് പല രാത്രികളിലും ആരോ കൂട്ടത്തിൽ ശയിക്കുന്നു, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അവിവാഹിതരായ അനേകം യുവതികൾ ഈ പ്രശ്നം പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട്. 2001 ദുബായിൽ വെച്ചുണ്ടായ അനുഭവം ഞാൻ പറഞ്ഞുവല്ലോ. പിന്നീട് അക്കാര്യം ഞാൻ മറന്നുപോയിരുന്നു. എന്നാൽ 2003 ഫെബ്രുവരി മാസത്തിൽ ഒരു അത്ഭുതം സംഭവിച്ചു. അശുദ്ധാത്മാക്കളെ ഒരു വ്യക്തിയിൽ നിന്നും ബഹിഷ്കരിക്കുവാനുള്ള പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഈ അശുദ്ധാത്മാക്കളോട് നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഫിലിപ്പൈൻസുകാരായ യുവജനങ്ങളാണ്. ഞങ്ങൾ കുറേ പേരുണ്ട്. അവരെ യേശുനാമത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുകയും യേശുവിനെപ്പറ്റി അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അവർ യേശുവിനെ കർത്താവായി സ്വീകരിച്ചു. തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിച്ചു. യേശുവിൻ്റെ നാമത്തിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളങ്ങളിലുള്ള സകലരും മുട്ടുകൾ മടക്കുകയും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുകയും ചെയ്യും എന്ന വചനം ഇവിടെ മാംസം ധരിക്കുകയായിരുന്നു. ആവസിച്ച വ്യക്തിയിൽ നിന്നും അവരെ മോചിപ്പിച്ച് കർത്താവിൻ്റെ പക്കലേക്ക് വിടാൻ തുടങ്ങുമ്പോൾ ഇവർ ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾ തങ്ങളെ കണ്ടിട്ടുണ്ട്. എനിക്ക് അത്ഭുതമായി. ഞാൻ ചോദിച്ചു, എവിടെ വെച്ച് എന്നെ കണ്ടു? വേറൊരു രാജ്യത്ത് വെച്ച്. എന്നിട്ടും എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ പറയുന്നു, പ്രാർത്ഥിക്കാനായി അറബി നാട്ടിൽ വന്നപ്പോൾ രാത്രിയിൽ നിങ്ങളുടെ അടുത്ത് വന്നത് ഞാനും കൂട്ടുകാരുമായിരുന്നു. എനിക്കൊരു ഷോക്കായിരുന്നു അത്. അവർ തുടർന്നു, അന്ന് നിങ്ങൾ ഞങ്ങളെ ബന്ധിച്ചില്ലേ? ഇപ്പോൾ സ്ത്രീയായ കന്യകാമറിയം ഞങ്ങളെ ഇവിടെ പിടിച്ചുകൊണ്ട് വന്നതാണ്. നിങ്ങൾക്ക് രക്ഷ തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ 10,000 എല്ലാം യുവജനങ്ങളാണ്. കത്തോലിക്കരും മറ്റ് ജാതിക്കാരുമായ ഞങ്ങൾ വ്യഭിചാരവും മറ്റു പാപങ്ങളുമായി ജീവിച്ചവരാണ്. സത്യം പറയട്ടെ, എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സന്തോഷം കൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യമോർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ആത്മാക്കളെ മോചിപ്പിച്ച് യേശുവിന് സമർപ്പിച്ചു. അവർ വിട്ടുപോയി. ഇനി ഒരിക്കലും അവർക്ക് ഈ ഭൂമിയിലോ ജീവിച്ചിരിക്കുന്ന മനുഷ്യരിലോ സ്വാധീനം ചെലുത്താൻ സാധ്യമല്ല. ഈ തരത്തിലുള്ള അനേകം സംഭവങ്ങൾ നടന്നു കഴിഞ്ഞു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ ജാതി മതക്കാർ മാത്രമല്ല, ബൈബിളിലെ പഴയ നിയമകാലത്ത് ജീവിച്ചിരുന്ന പല തലമുറകളും കടന്നു വന്ന് കർത്താവായ യേശുവിനെ സ്വീകരിച്ചു. ലോകത്തിന് മുമ്പിൽ ഇത് അസാധ്യമായ കാര്യമാകുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു സാധാരണ സംഭവമായി മാറിക്കഴിഞ്ഞു.
ആത്മാക്കളെ ഞങ്ങൾ മോചിപ്പിക്കുന്നത് കൊണ്ട് ഇത് സ്പിരിറ്റിസമാണെന്ന് പുച്ഛിക്കുന്നവർ അറിഞ്ഞിരിക്കട്ടെ. പരിശുദ്ധാത്മാഭിഷേകത്തിൽ പരിശുദ്ധിയിലും വിശുദ്ധിയിലും പരിശുദ്ധ അമ്മയോടുള്ള ജപമാല പ്രാർത്ഥനകളിലുമാണ് ഈ ശുശ്രൂഷ ഞങ്ങൾ ചെയ്യുന്നത്. പരിശുദ്ധ കന്യകാമറിയം വഴി ആത്മാക്കളുടെ മോചനം നടക്കുന്നു. രക്ഷയ്ക്കായി വരുന്ന എല്ലാ ആത്മാക്കളും പറയുന്നു, ഒരു സ്ത്രീയാണ് ഞങ്ങളെ പിടിച്ചു കൊണ്ടുവന്നത്. ബൈബിൾ പ്രകാരം പരിശുദ്ധാത്മാവാണ് ഇത് ചെയ്യേണ്ടത് എന്ന് നാം മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഒരു സ്ത്രീയാണ് പ്രവർത്തിക്കുന്നത്, പരിശുദ്ധ കന്യകാമറിയമാണ് പ്രവർത്തിക്കുന്നത്, മരിച്ചു പോയവരിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വചനവിരുദ്ധമാണ് എന്ന് നാം മനസ്സിലാക്കുക. തലയിൽ കിരീടം വെച്ച വെള്ളവസ്ത്രമണിഞ്ഞ കയ്യിൽ ഉരുട്ടുന്ന മാല പിടിച്ച ഒരു സ്ത്രീ, അവളുടെ കൂട്ടത്തിൽ തിളങ്ങുന്ന വാളുമായി ഒരു മാലാഖയുമുണ്ട്. തങ്ങളെ അവർ പിടിച്ചുകൊണ്ട് വരികയാണ്. ഇതാണ് ടോം സക്കറിയ ഇതാ നിൻ്റെ അമ്മ എന്ന മാസികയിൽ ഏപ്രിൽ 2003 പേജ് 26 മുതൽ 29 രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് തെറ്റായ ഒരു വ്യാഖ്യാനമാണ്. നമ്മുടെ ഫോക്കസ് യേശുവിൽ നിന്ന് മാറിയാൽ ഇത്തരം തെറ്റുകൾ പറ്റും. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുക എന്നത് ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യമാണ്. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു എന്ന ദൈവവചന സത്യത്തിന് വിരുദ്ധമായി സംഭവിക്കുന്ന ഇത്തരം ആത്മീയ അനുഭവങ്ങൾ ദൈവത്തിൽ നിന്നാണോ എന്ന് ശക്തമായി മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ മറ്റൊരു ആത്മാവിന് അടിമപ്പെട്ടു പോകുന്ന ആത്മീയ അനുഭവങ്ങൾ അത് നമുക്ക് ക്രിസ്തുവിനേക്ക് അടുക്കുവാൻ കഴിയില്ല, അകന്നു പോകുവാനേ കഴിയുള്ളൂ. സാത്താൻ്റെ വഞ്ചനയായിരിക്കും എന്നുള്ളത് നാം ശ്രദ്ധിക്കണം. അപ്പോൾ ദൈവമാതാവിനെ ആരാധിക്കണം എന്നൊക്കെ സഭ പറഞ്ഞാൽ വിശ്വാസികളത് അനുസരിക്കുമോ എന്നുള്ള ഒരു ചോദ്യം ഇവിടെ ഉണ്ടാകുന്നു. ദൈവത്തേക്കാൾ ആരാധ്യ ദൈവമാതാവാണ് എന്ന് ഒരു പുതിയ പാരമ്പര്യം വന്നാൽ അത് സ്വീകരിക്കുമോ? മറിയത്തെ ദൈവമാതാവ്, അമലോത്ഭവ, ഉടലോടെയുള്ള സ്വർഗാരോഹണം, സഭാമാതാവ്, സഹരക്ഷക, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടി, നിത്യ കന്യക, ഉടമ്പടിയുടെ പെട്ടകം എന്നിങ്ങനെയുള്ള വിശേഷണങ്ങൾ പാരമ്പര്യങ്ങളിലൂടെ കൊടുത്ത് ഉയർത്തുന്നതിൻ്റെ ലക്ഷ്യമെന്താണ് എന്ന് വിശ്വാസികൾ ചിന്തിക്കാറില്ല. ദൈവമാതാവാണ് ദൈവത്തേക്കാൾ ആരാധ്യ എന്നും യേശുവിനോടല്ല യേശുവിൻ്റെ അമ്മയോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നും പുതിയ പാരമ്പര്യം വന്നാൽ കത്തോലിക്കർ അതും അടിമകളെപ്പോലെ സ്വീകരിക്കും എന്ന് വ്യക്തമാണ്. അപ്പോൾ ആരാധന ദൈവത്തിനോ മറിയത്തിനോ ആയിരിക്കില്ല കിട്ടുന്നത് എന്നുള്ളതാണ് പ്രശ്നം. ഇത്തരം ആരാധനകൾ ക്രിസ്തുവിനല്ലാത്ത ദൈവത്തിനല്ലാത്ത ആരാധനയെല്ലാം പോകുന്നത് സാത്താനാണ്. ഈ പദ്ധതിയുടെ 90% ഇന്ന് പൂർത്തിയായി കഴിഞ്ഞു. വിശ്വാസികൾ സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അവസാന നീക്കം ഭയങ്കരമായിരിക്കും, അതും വിശ്വാസികൾ സ്വീകരിക്കും. ഇവിടെയാണ് സഭാപ്രസ്ഥാനത്തിനും പാരമ്പര്യത്തിനും ദൈവവചനമായ ബൈബിളിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ അപകടം ഒളിച്ചിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അല്പാൽപമായി ദൈവവചനത്തിൽ മായം ചേർത്ത് ഭക്ഷിച്ച് ശീലിച്ച വിശ്വാസികളും കൗലേടയന്മാരും അവസാനം കിട്ടുന്ന മാരക വിഷവും സന്തോഷത്തോടെ സ്വീകരിക്കാനാണ് സാധ്യത എന്നുള്ളത് വളരെ വ്യക്തമാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏക ആരാധ്യൻ നമ്മുടെ ഏക ദൈവമായ യേശു ക്രിസ്തു മാത്രമാണ്. യേശു പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. ദൈവശബ്ദം കേൾക്കാൻ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കട്ടെ.